ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടത്തുന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ജയപാലനും പ്രവീണയും താഴ്വാരം വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ യമുനയെ കാണാത്ത കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. അവരുടെ പ്രധാന ഉദ്ദേശം വിശാലിന് എന്ത് പറ്റി എന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് ശാരദ നിൽക്കുന്നത്. ശാരദ അവരെ ചൂല് കൊടുന്ന് കാണിച്ചിട്ട് ഇറങ്ങി പൊക്കോളാൻ പറയും. അപ്പോൾ അതേസമയം ജയപാലൻ പറയുന്നുണ്ട്, എൻ്റെ മകനെ ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ നോക്കാനും എനിക്കറിയാമെന്ന്. ഇത് കേട്ടിട്ട് ശാരദയും രാധമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. കാരണം എന്തിനാണ് ജയപാലൻ അവരുടെ മകൻ്റെ കാര്യം പറഞ്ഞതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. അങ്ങനെ പ്രവീണയും ജയപാലിനെയും അവിടെ ഇറക്കി വിട്ടതിന് ശേഷം രാധമ്മ ശാരദയോട് ചോദിക്കുകയാണ്, നീ വന്ന് നിന്നത് കണ്ടപ്പോൾ എനിക്കാകെ പേടിയായി. നിൻ്റെ ആ ചൂലും കൊണ്ടുള്ള നിൽപ്പും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ അവരെങ്ങാനും അടിക്കുമോ എന്ന്. പിന്നെ അവരെന്താ അവരുടെ മകൻ്റെ കാര്യം പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. അപ്പോൾ ശാരദ പറയും, എനിക്കും അറിയില്ല, വിശാലല്ലേ, ആ ചെക്കൻ വല്ല കള്ളോ കഞ്ചാവോ കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കുന്നുണ്ടായിരിക്കുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജയപാലനും പ്രവീണയും പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ പറഞ്ഞു, നമ്മളെ നാണം കെടുത്തിയതിന് അവരും ആ നാണക്കെടന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് ആ ചേച്ചിമാരൊക്കെ ജയപാലൻ വിളിക്കും. എന്നിട്ട് പറയും, നിങ്ങളെന്താ അയൽപ്പക്കക്കാരാടോ, ഇവിടെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇവിടുത്തെ യമുനയെ കാണാതായിട്ട് 2 പകലും 1 രാത്രിയും കഴിഞ്ഞു, നിങ്ങളെന്താ അതൊന്നും അന്വേഷിക്കാത്തത് എന്ന്. അപ്പോൾ അവർ പറയും, അയ്യോ യമുനയെ കാണാതായെന്നോ, എന്താ സംഭവം ഉണ്ടായത്? അവൾ കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, എന്നിട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ, ഞങ്ങളത് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും. അപ്പോൾ ആ ചേച്ചിമാർ, അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ അതില്ലേ പരിപാടി, കോളേജിലോട്ടാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയും പലവന്മാരായിട്ട് ഹോട്ടലിലും ബീച്ചിലും ഒക്കെ പോയി കറങ്ങിയിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി തിരിച്ചു വരുമെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവർ പരസ്പരം സംസാരിക്കുന്ന ശാരദയും രാധമ്മയും കൂടി കണ്ടിട്ട് അവരും താഴത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ ശാരദേനെ കണ്ടപ്പോൾ ഇവർ സംസാരിക്കുന്നതിൽ നിൽക്കും. അപ്പോൾ ശാരദ പറയും, അല്ല ചേച്ചി, എന്താ ലൂസ് ചേച്ചി, എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന്. അല്ല ശാരദേ, യമുനയെ കാണാതായി എന്നൊക്കെ കേട്ടല്ലോ, എന്താ യമുനയ്ക്ക് പറ്റിയത്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ശാരദ പറയും, എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, നിങ്ങളോട് ആരായി ഇല്ലാവചനം പറഞ്ഞത് എന്ന്. അല്ല ശാരദ, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം കേട്ടു, അതറിയാൻ വേണ്ടി നിന്നതാണ്, അതാണ് ഞങ്ങൾ ജയപാല സാറിനോട് സംസാരിച്ചു നിന്നിരുന്നത് എന്ന് പറയും. അപ്പോൾ ശാരദ പറയും, അങ്ങനെ പല പട്ടികളും പലതും നിന്ന് കുരയ്ക്കും, ആ കുരയ്ക്കുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ കൂടെ തുള്ളാൻ നിൽക്കണ്ട എന്ന് പറയണം. എൻ്റെ മക്കളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, എൻ്റെ ഒരു മകളേനെയും കാണാതായിട്ടില്ല എന്ന് പറഞ്ഞ് ശാരദ അവിടെ വീരവീരം ഘോരഘോരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ നിവിൻ്റെ വണ്ടി അങ്ങോട്ട് വരിക. അപ്പോൾ ഈ നിവിൻ്റെ വണ്ടി കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കും. അങ്ങനെ അതിൽ നിന്ന് കാവേരിയും ഗംഗയും പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഗംഗയും കാവേരിയും കണ്ടപ്പോൾ ഇവർ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്, എന്നിട്ട് ഈ വരുന്നത് ആരാ എന്നൊക്കെ ചോദിക്കും. മറ്റേ പെണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നൊക്കെ ഈ കുടുംബശ്രീ ചേച്ചിമാരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ യമുനേനെ ഇറക്കുമ്പോൾ യമുന ഷാള കൊണ്ട് തലയൊക്കെ മറച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഒരു നാണക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെയാണ് മുഖമൊക്കെ മറക്കുക, അതുപോലെ മുഖം മറച്ചിട്ടാണ് യമുന ഇറങ്ങി വരുന്നത്. അപ്പോൾ യമുനയെ കണ്ടത് കൂട്ടിയിട്ട് ശാരദ രാധമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് മോളെ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചിമാർ ചോദിക്കും, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, എന്നിട്ട് ഈ വരുന്നത് ആരാണെന്ന്. അപ്പോൾ ജയപാലനും അവരുടെ കൂടെ കൂടും. ജയപാലൻ പറയാം, അതന്നെ പെണ്ണ് കാണാതെയായിട്ട് ദേ വന്നിക്കുന്നു, എന്തൊക്കെ കഥകൾ ഇനി കേൾക്കേണ്ടി വരും എന്ന്. അപ്പോൾ കാവേരി പറയും, കഥകളൊക്കെ കേൾക്കേണ്ടി വരും, കഥയ്ക്ക് എന്തായാലും ഒരു ക്ലൈമാക്സും കൂടി വേണ്ടേ എന്ന് പറഞ്ഞ് വിനീതേട്ടനോട് ഇറങ്ങാൻ പറയണം. അപ്പോൾ വിനീത് ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ വിശാലും ഉണ്ടായിരിക്കും. വിശാലിനെ അടി കിട്ടി പഞ്ചറായിട്ടാണ് വിശാൽ വരുന്നത്. അപ്പോൾ കണ്ടോ, അപ്പോൾ കാവേരി പറയും, ദേ ജയപാലൻ സാറേ, നിങ്ങളുടെ മോൻ വിശാൽ എടുത്തോണ്ട് പൊക്കോ എന്ന് പറയും. അപ്പോഴത്തേന് ജയപാലൻ ഓടി വന്നിട്ട്, നിനക്കെന്താടാ പറ്റിയത്, നിന്നവരെന്താ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് വിനീതിൻ്റെ അടുത്തേക്കും കുതിര കയറാൻ വരും. അപ്പോൾ കുതിര കയറാൻ വരുമ്പോൾ നമ്മുടെ നിവിൻ വന്നിട്ട് പറയും, നിവിൻ വന്നിട്ട് തടയും ജയപാലനെ. അപ്പോൾ ജയപാലൻ പറയും, നീ എന്തിനാണ് അതിലിടപെടുന്നത്, നീ മാറി നിൽക്കുന്നത്. അപ്പോൾ നിവിൻ പറയും, ഇവിടെ സംഭവിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടുതൽ നാറുകൊള്ളും, അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് സംസാരിക്കാം എന്ന് പറയണം. അപ്പോൾ ജയപാലനൊന്നും തണുക്കും, കാരണം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ജയപാലൻ ഒരു ചിന്ത ഉണ്ടല്ലോ.
ജയബാലൻ ഒന്ന് തണുക്കും. ജയബാലൻ തണുത്തതിന് ശേഷം ഇവരെല്ലാവരും കൂടിയിട്ട് താഴ്വാരം വീട്ടിൻ്റെ അകത്തേക്ക് കയറാണ്. അപ്പം കാവേരി പറയുകയാണ്, ഇവളെ തട്ടിക്കൊണ്ട് പോയിട്ട്, അതായത് മാർത്താണ്ഡത്തുള്ള വീട്ടിലോട്ട് തട്ടിക്കൊണ്ട് പോയിട്ട് ഇവളുടെ ഫോണും വാങ്ങി വെച്ച് ഉപദ്രവിച്ച്, ശാരീരികമായിട്ടും മാനസികമായും ഉപദ്രവിച്ച് അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇവൾക്കൊന്നും രക്ഷപ്പെടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, ആരെയും ഫോൺ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണെന്ന്. അപ്പോൾ അത് കേട്ടതോടുകൂടി കുറേ പ്രവീണ ചോദിക്കും, നീ ഇവിടുന്ന് രാഗിണിയുടെ അവിടേക്ക് പോവാ എന്ന് പറഞ്ഞിട്ടല്ലടാ പോയത്, പിന്നെ നീ എന്തിനാ മാർത്താണ്ഡത്തോട്ട് പോയത് എന്ന് ചോദിച്ച് പ്രവീണ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജയപാലന് ദേഷ്യം വരും. ജയപാലൻ പറയും, നീ ഇവിടുന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, എന്നിട്ട് നീ പെങ്കൊച്ചിനെ കടത്തി കൊണ്ടുപോകാനാണോ പോയത് എന്ന് പറഞ്ഞിട്ട് ജയപാലൻ നല്ല അടിയടിക്കും വിശാലിനെ. അപ്പോൾ കുറേ നേരം വിശാൽ അടിയൊക്കെ നിന്ന് കൊള്ളും. അതിനുശേഷം വിശാൽ പറയും, നിങ്ങൾ പറയാൻ ഓക്കെ സമ്മതിച്ചു, ഞാൻ അവളെ കടത്തി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അവളോട് ചോദിച്ചു നോക്ക്, അവളെ ഞാൻ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവാണോ ചെയ്തത്, അതോ അവളെൻ്റെ കൂടെ സ്വമേധയെ ഇറങ്ങി വരികയാണോ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ ശാരദ പറയും, എന്താ നിങ്ങൾ പറഞ്ഞത്, അവൾ സ്വമേധയെ ഇറങ്ങി വന്നെന്നോ? അത് തന്നെയാണ്, സ്വമേധയെ ഇറങ്ങി വന്നെന്ന് തന്നെയാണ്. അപ്പോൾ വിനീത് പറയും, ആൻറ്റി കാര്യങ്ങളൊന്നും വളച്ചൊടിക്കല്ലേ, പ്രവീണോട് പറയാണ്, അതായത് വിശാലിൻ്റെ അമ്മയുടെ അടുത്ത്, ആൻറ്റി കാര്യങ്ങളൊന്നും വളച്ചൊടിക്കല്ലേ, അവളെ തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ്. അപ്പോൾ പ്രവീണ ചോദിക്കും, അല്ല തട്ടിക്കൊണ്ട് പോവാൻ, അപ്പോൾ പ്രവീണൻ ജയപാലന് ചോദിക്കും, തട്ടിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ വായിലൊക്കെ തുണിയൊക്കെ തിരുകി കൈയൊക്കെ കെട്ടിയിട്ടിട്ട് കാറിൽ തട്ടിക്കൊണ്ട് പോവുകയാണോ ചെയ്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഉത്തരവില്ല, പറയാൻ ഉത്തരവില്ല യമുനയ്ക്ക്. അപ്പോൾ ശാരദ ചോദിക്കും, യമുനെ നീ അവൻ്റെ കൂടെ ഇറങ്ങി പോവുകയാണോ ചെയ്തത് എന്ന്. അപ്പോൾ അവൾ ഇങ്ങനെ നിന്ന് കരയുകയാണ് ചെയ്യുക. അപ്പോൾ അവളെ കരച്ചിൽ നിന്ന് വ്യക്തമാണ് അവൾ അവൻ്റെ കൂടെ സ്വമേധയാ ഇഷ്ടത്തിലാണ് പോയതെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ നമ്മുടെ സ്ഥലത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ടാണ് എന്നെ അവൻ കൊണ്ടുപോയത്, ഒന്നുകിൽ സ്ഥലത്തിൻ്റെ തുല്യമായ പൈസ തരാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയെന്ന് വെച്ചാൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ എന്നെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് യമുന അവിടെ നിന്ന് കരയാൻ തുടങ്ങും. പക്ഷേ യമുന കരയണതൊന്നും കണ്ടിട്ട് ശാരദയ്ക്ക് സഹിക്കുന്നില്ല. ശാരദ യമുന ഒരുപാട് നേരം അടിക്കും. ശാരദ പറയും, ഇതുപോലത്തെ മണ്ടത്തരം നീ കാണിക്കുമോ, നീ എന്തിനാ ഇവൻ്റെ വാക്ക് വിശ്വസിച്ച് ഇവൻ്റെ കൂടെ പോയത് എന്നൊക്കെ പറഞ്ഞ് ശാരദയും ഇവനെ ഒത്തിരി തല്ലുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയപാലൻ പറയും, എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് തിരുത്തേണ്ട ജോലി എൻ്റെയാണ്, അത് ഞാൻ ചെയ്തോളാം, ഇന്ന് നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ജയപാലൻ അവനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ജയപാലൻ നല്ല ദേഷ്യമുണ്ട്. ജയപാലൻ പിന്നെയും വിശാലിനെ അടിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ജയപാലൻ്റെ വീട്ടിലോട്ട് ഇവരെത്തിച്ചേരുകയാണ്, വിശാലും പ്രവീണൊക്കെ കാറിൽ. അപ്പോൾ അവിടെ നമ്മുടെ രാജേശ്വരി ഇവരെല്ലാം കാത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം കാറിൽ നിന്ന് വിശാലും അമ്മയുമാണ് ആദ്യം ഇറങ്ങുന്നത്. അപ്പോൾ രാജേശ്വരി ഇവനെ കണ്ടപാടെ ചോദിക്കും, അയ്യോ നിനക്ക് എന്താടാ പറ്റിയത്, നിൻ്റെ മുഖത്താകെ മുറിയുണ്ടല്ലോ, നീ എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ജയപാലൻ വന്നിട്ട് പറയാം, രാജി നീ ഒരു കാര്യം കേട്ടോ, ഇവനെന്താ ചെയ്തതെന്ന്, ഇവൻ ആ മറ്റേ വീട്ടിലത്തെ പെണ്ണില്ലേ യമുന, അവളെയും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. ജയപാലൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഈ പുഷ്പവാടിയുടെ പകുതി സ്ഥലവും എൻ്റെ പേരിലാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ അവൻ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇവനെ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീകളുടെ കേസാണ്. ആ പെണ്ണിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഭാഗ്യത്തിന് എന്തോ ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരു കേസ് കൊടുക്കാൻ തോന്നിയില്ല, അതന്നെ എന്തോ ഒരു വലിയ പുണ്യം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവൻ ഒരുപാട് വഴക്ക് പറയുകയാണ്. അപ്പോൾ വിശാൽ ചോദിക്കും, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ, എന്തിനാണ് ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന്. അപ്പോൾ അതിനൊരു ഉത്തരമില്ല ആർക്കും. അപ്പോൾ പറയും, അച്ഛനെ അന്ന് അവർ നാണം കെടുത്തത് ഓർമ്മയുണ്ടോ, ഭൂമി പൂജയുടെ ഇടയിൽ അന്ന് നാണം കെടുത്തത് ഓർമ്മയുണ്ടോ, ഞാൻ അതിന് പ്രതികാരം ചെയ്തതാണ്, എനിക്കല്ലാണ്ട് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് ഞാൻ അവളെ പിടിച്ചു കൊണ്ടുപോയതൊന്നുമല്ല, അത് അങ്ങനെയാണെങ്കിൽ അവളെ എനിക്ക് പിടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ പോലും അവൾ എൻ്റെ കൂടെ വരുമായിരുന്നു. പക്ഷേ ഞാനിത് അച്ഛന് ഉണ്ടായ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, നമ്മൾ അനുഭവിച്ച നാണക്കേട് അവരുടെ വീട്ടുകാരും കൂടി അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ പിടിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ നമ്മുടെ വിശാൽ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജയപാലനൊന്നും തണുക്കുന്നുണ്ട്, കാരണം അവൻ ജയപാലന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ജയപാലൻ പറയും, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെച്ചെങ്കിൽ അത് ഞാനായിട്ട് തീർത്തോളാം, മക്കളിന് ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ വിശാൽ ഒരു ബോംബും കൂടി പൊട്ടിക്കും, വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചെയ്യാൻ കാരണക്കാരൻ ഒരാൾ നിവിൻ ചേട്ടനും കൂടിയാണ്. അപ്പോൾ രാജേശ്വരി ചോദിക്കും, നിവിൻ എന്താടാ ചെയ്തത് എന്ന്. വേറൊന്നുമല്ല, ആ പബ്ലിക് സ്പേസിൽ കിടന്ന് നിവിൻ ചേട്ടൻ കാവേരിയോട് വിളിച്ച് പറയുന്നുണ്ട്, ഐ ലവ് യു കാവേരി. അത് കേട്ടാൽ ഞാൻ എങ്ങനെയാണ് സഹിച്ചു നിൽക്കുക എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.
കൂടുതൽ നേരത്തെ ഇവർ വിവാഹിതരായതിൻ്റെ കഥ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.